ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെഡ്ഡിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസത്തെ വ്ളോഗാണ്, മെഹന്തി നൈറ്റത്തെ. എൻ്റെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ടെന്ന് ഞാൻ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഷോപ്പിംഗ് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ടെന്ന്. ആ മാരേജിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ പാട്ടൊക്കെ ഞാൻ തലേ ദിവസം വൈകുന്നേരം തറവാട്ടിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടോ. അപ്പോൾ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇടുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ നൈറ്റിലുള്ള വിശേഷങ്ങൾ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇത് തൊട്ട് നമ്മുടെ നൈറ്റിലുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് കാണിക്കുന്നത്. എൻ്റെ കസിൻ്റെ മാരേജ് ഉണ്ട്. കസിൻ എൻ്റെ മൂത്താപ്പാൻ്റെ മോള്. ഞങ്ങൾ രണ്ടാളും ട്വിൻ കസിൻസാണ്. ഒരേ പ്രായം, ചെറുപ്പം തൊട്ടേ ഒരേപോലെ ഡ്രസ്സും കാര്യങ്ങളും ഒപ്പം സ്കൂളിൽ പോകും. അങ്ങനെ ഒരുമിച്ച് വളർന്നവരാട്ടോ. അപ്പോൾ എനിക്ക് കസിൻസിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കസിനാണ്. അവളുടെ മാരേജാണ്. ആൾ ഡോക്ടറാണ് കേട്ടോ. ഹസ്ബൻഡ് കെട്ടാൻ പോകുന്ന ആളും ഡോക്ടറാണ്. അപ്പോൾ ഇവളുടെ പേര് ഫർസാന, ചെക്കൻ്റെ പേര് ആസിഫ് കേട്ടോ. അപ്പോൾ അവരുടെ കല്യാണ വിശേഷങ്ങളൊക്കെയാണ് ഞാനിതിൽ കാണിക്കുന്നത്. തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. വെഡ്ഡിങ്ങിൻ്റെ അന്നത്തെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസത്തെ ആയതുകൊണ്ട് തന്നെ നൈറ്റിൽ പുറത്ത് വെച്ചിട്ടുള്ള ഈ പരിപാടി, വീട്ടിൽ തന്നെ വെച്ചിട്ടുള്ള ചെറിയൊരു പരിപാടിയാണ്. ചെറിയ രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോൻ്റെ ക്ലാരിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സൊക്കെ എത്തിയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തലേ ദിവസം ഞങ്ങളെല്ലാവരും സാരി ആയിരുന്നു കേട്ടോ. കസിൻസ് എല്ലാവരും സാരി ആയിരുന്നു. ഞാൻ ഷോപ്പിംഗ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അന്നെല്ലാവരും കൂടുതലായിട്ടും പട്ട് സാരി ആയിരുന്നു. ചിലരൊക്കെ അല്ലാതെ സാരി എടുത്തിട്ട് ഫാൻസി സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. കൂടുതലായിട്ടും എല്ലാവരും പട്ട് സാരിയൊക്കെ എടുത്തിട്ടായിരുന്നു തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ സൂഹിക്ക് വേണ്ടിയിട്ടൊരു സ്ട്രോളർ വാങ്ങിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം, കല്യാണത്തിൻ്റെ അന്നൊക്കെ ആൾക്ക് സുഖമായിട്ട് കിടക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആളത് സുഖമായിട്ട് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്ട്രോളർ വാങ്ങിയാൽ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്ന പാർട്സൊക്കെ ഞാൻ വീഡിയോ എടുത്തതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ കൂടുതലായിട്ട് ഫോട്ടോസൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കലും മാത്രമല്ല, ലാസ്റ്റ് കസിൻസിന് എല്ലാവരും പാട്ടുപാടലും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് കുറച്ച് കുട്ടികളുടെ ഡാൻസ്, അതുപോലെ ഞങ്ങൾ സ്പോട്ടിൽ കുറച്ച് സ്റ്റെപ്സൊക്കെ ഇട്ടുകൊണ്ട് ഒപ്പനയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറ്റുന്ന പോലെ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുഹൂറ് പിസ്വ പറഞ്ഞാട്ടെ. കാസുമല കണ്ട പൂങ്കാറ്റെ, കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുഹൂറ് പിസ്വ പറഞ്ഞാട്ടെ. കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണ്ണവാട്ടി നിന്റെ അറിവുള്ള കിണവിലഴവേറും പുതു. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വേറൊരു വെഡിങ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിലുള്ള ബ്രൈഡാണ് ഈ ഗ്രീൻ സാരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വ്ളോഗ് കണ്ടവർക്ക് അറിയായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണ്ണവാട്ടി നിന്റെ അറിവുള്ള കിണവിലഴവേറും പുതുമാരൻ. ഇത വരുന്നേ പെണ്ണെ, ഇത വരുന്നേ. കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണ്ണവാട്ടി നിന്റെ അറിവുള്ള കിണവിലഴവേറും പുതുമാരൻ. ഇത വരുന്നേ പെണ്ണെ, ഇത വരുന്നേ. കിളിയേ ദിക്റുവാടി കിളിയേ, സുബഹിക്ക് മിനാരത്തിൽ വലം വെച്ചു പറക്കുന്ന ദിക്റുവാടി കിളിയേ. നീലനിലപ്പെട്ടൊരാകാശത്തിനപ്പുറത്തെ സുബർഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. ഇതാണ് എൻ്റെ ഫാമിലി, ഉപ്പ ഉമ്മ, പിന്നെ ഞങ്ങൾ 4 പെൺമക്കളാണ്. ഞാൻ മുന്നിലുള്ള ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ട്, പുതിയ വ്യൂവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞതാണ്. ബാക്കി ഫാമിലി മെമ്പേഴ്സിനൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിൽ പറയണമെന്നില്ല കേട്ടോ. ഞാൻ മുന്നേ എൻ്റെ അനിയത്തിൻ്റെ വെഡ്ഡിങ് വ്ളോഗിൽ ഇതിലൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയില്ല. അപ്പോൾ വീഡിയോ നല്ല ലെങ്തി ആക്കേണ്ടി വരും. മൈഡേ
നിക്കാഹ് ചെയ്തിട്ടത് കുഴപ്പത്തിലായി. അവൾ കാലത്ത് നിൽക്കില്ല, മുറ്റമടിക്കില്ല, പല്ലും കൂടി തെക്കുമേ. മയുടെ മോളെ നിക്കാഹ് ചെയ്തിട്ടത് കുഴപ്പത്തിലായി. അവൾ കാലത്ത് നിൽക്കില്ല, മുറ്റമടിക്കില്ല, പല്ലും കൂടി തെക്കുമേ. പുതുമരം സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണെ. പുതുമരം സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ്. നെഞ്ചത്ത് മിടിപ്പുണ്ടോ, കരളിൽ തുടിപ്പുണ്ടോ, പഞ്ചാരച്ചിരിയുള്ള നിസാമോളെ. നെഞ്ചത്ത് മിടിപ്പുണ്ടോ, കരളിൽ തുടിപ്പുണ്ടോ, പഞ്ചാരച്ചിരിയുള്ള നിസാമോളെ. പുതുമാരൻ സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ്. പുതുമാരൻ സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ്. അത്യാവശ്യം നമ്മൾ ഫോട്ടോ എടുക്കലും അതുപോലെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. കുട്ടികളെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ കസിൻസൊക്കെ പാട്ട് പാടി. ലാസ്റ്റ് നമ്മൾ സ്പോട്ടിൽ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് ഒപ്പനയൊക്കെ കളിച്ചു എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അതൊക്കെ ഇതിൽ കുറച്ചായിട്ട് കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഒന്നും സോങ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണില്ല കേട്ടോ. സോങ്ങൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സോങ് കൂടി ആഡ് ചെയ്താൽ എനിക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും. അല്ലെങ്കിൽ ഇതിൽ എൻ്റെ കുറച്ച് സോങ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കസിനെ എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടി തന്ന കുറച്ച് പാട്ടുകളായിരുന്നു. അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഗ്രീൻ സാരി എടുത്തിട്ട് ഒരു കസിന് കഴിഞ്ഞ നമ്മുടെ ഒരു വെഡിങ് വ്ലോഗത്തെ ബ്രൈഡാണ് പറഞ്ഞിട്ട് അവൾ എനിക്കിതിൽ പാടി തന്നതാണ്. അത് ഇതിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിലെ സോങ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണ്ട ക്ലിക്ക് ചെയ്യാൻ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് ഫസ്റ്റ് പാടിയത് എൻ്റെ മൂത്താപ്പായിരുന്നു കേട്ടോ. പിന്നെ കസിൻസും വീട്ടിൽ മക്കളൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാട്ട് പാടി തുടങ്ങി. പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഫുള്ളായിട്ട് ആഡ് ചെയ്ത വീഡിയോ നല്ല ലെങ്തി ആവും. ഇതിന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ. കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുഹൂറ് പിസ്സ പറഞ്ഞാട്ടെ. കാസുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ. കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുഹൂറ് പിസ്സ പറഞ്ഞാട്ടെ. കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണ്ണവാട്ടി നിന്റെ അറിവുള്ള കിണവിലഴകേറും പുതുമരം. ഇതിനിടയിൽ നമ്മുടെ പ്രൈഡിന്റെ ഒരു സോങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെയും ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
ദിവസമാണ്. കുറച്ച് ഫ്രണ്ട്സ് തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണ്ണവാട്ടി നിന്റെ അറിവുള്ള കിണവിലെ അഴകേറും പുതുമരം ഇതാ വരുന്നേ പിന്നെ ഇതാ വരുന്നേ. കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണ്ണവാട്ടി നിന്റെ അറിവുള്ള കിണവിലെ അഴകേറും പുതുമരം ഇതാ വരുന്നേ പിന്നെ ഇതാ വരുന്നേ. കിളിയേ ദിക്റുവടിക്കിലേ സുബഹിക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്റുവടിക്കിളിയേ നീലപിട്ടൊരാകാശത്തിനപ്പുറത്തെ സുവർഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല് അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. കിളിയേ ദിക്റുവടിക്കിലേ സുബഹിക്ക് മിനാരത്തിൽ വലം വെച്ചു പറക്കുന്ന ദിക്റുവടിക്കിളിയേ നീലപിട്ടൊരാകാശത്തിനപ്പുറത്തെ സുവർഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല് അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. ഒട്ടകങ്ങൾ വരി വരി വരിയാൽ കരക്ക മരങ്ങൾ നിരയാൽ ഒട്ടിടവേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. തുടുത്ത സിപ്പൂ മരത്തിന്റെ ഇലകളും ചിറകുന്ന കണ്ണികളും ചൂടുകാറ്റി മൊഴികളും ഇടയ്ക്കിടക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും. ഒട്ടകങ്ങൾ വരി വരി വരിയാൽ കരക്ക മരങ്ങൾ നിരയാൽ ഒട്ടിടവേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. മയുടെ മുളനിക്കാഹ് ചെയ്തിട്ടത് കുഴപ്പത്തിലായി അവൾ കാലത്ത് നിൽക്കില്ല മുറ്റമടിക്കില്ല പല്ലും കൂടി തെക്കുലേ. മയുടെ മുളനിക്കാഹ് ചെയ്തിട്ടത് കുഴപ്പത്തിലായി അവൾ കാലത്ത് നിൽക്കില്ല മുറ്റമടിക്കില്ല പല്ലും കൂടി തെക്കുലേ. പുതുമരം സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണെ പുതുമരം സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ് നെഞ്ചത്തിമിടിപ്പുണ്ടോ കരളിൽ തുടിപ്പുണ്ടോ പഞ്ചാരച്ചിരിയുള്ള നിസാമോളെ നെഞ്ചത്തിമിടിപ്പുണ്ടോ കരളിൽ തുടിപ്പുണ്ടോ പഞ്ചാരച്ചിരിയുള്ള നിസാമോളെ. പുതുമരം സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ് പുതുമരം സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ്. ഇത്രയൊക്കെയാണ് ഞാൻ അന്ന് എടുത്ത വീഡിയോസ് ഉള്ളത്. പിന്നെ ഞാൻ അന്നത്തെ കുറച്ച് ഫോട്ടോസും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ വീഡിയോ അത്ര ക്ലാരിറ്റിയിൽ എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ നമ്മുടെ വെഡ്ഡിങ് പ്രിപ്പറേഷൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു.
നമ്മുടെ BM ആർട്ട് കഫേ എന്നുള്ള ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഞാൻ ബ്രൈഡിന് വേണ്ടിയിട്ട് കയ്യിലിടാനൊരു ഫ്ലവർ ബാങ്കിളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ബാങ്കിളിൻ്റെ പിന്നെ റിങ്ങിൻ്റെ ഒക്കെ പിക്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. ആ ഒരു റെഡ് കളറിൻ്റെ ഫ്ലവർ ബാങ്കിളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെയൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ മെഹന്തി നൈറ്റത്തെ വ്ളോഗുള്ളത്. ഇൻഷാല്ലാ വൈകാതെ തന്നെ വെഡിങ്ങിൻ്റെ അന്നത്തെ വ്ളോഗായിട്ട് വരണം. അപ്പോൾ ആ വീഡിയോ എല്ലാവരും മറക്കാതെ വാച്ച് ചെയ്യുക. അതിനുവേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.